15,000 തൊട്ട് 16,000 ബഡ്ജറ്റ് കാറ്റഗറിയിൽ നമ്മൾ സ്മാർട്ട് ഫോൺ നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ അധികം മോഡൽസ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഈ ഒരു മോഡലുകളിൽ നമ്മൾ ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ചില മോഡലുകളിൽ 4GB റാം കാര്യങ്ങളും ഉണ്ടാവുള്ളൂ, ചില മോഡലുകളിൽ ചാർജറും കാര്യങ്ങളും ഉണ്ടാവില്ല ബോക്സിൽ, അതുപോലെ തന്നെ ചില മോഡലുകളിൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളും ഉണ്ടാവില്ല, ചില മോഡലുകളിൽ നമുക്ക് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളും ഉണ്ടാവില്ല, ചില മോഡലുകളിൽ ടിയർ ഡ്രോപ്പ് നോച്ചും കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു മോഡൽസിൽ ചെയ്യേണ്ടതായിട്ട് വരും. അവിടെയാണ് നമ്മൾ മോട്ടോറോള G54 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വരാൻ പോകുന്നത്. ഇതൊരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു G54 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ കണ്ട ശേഷം, അവസാനം വരെ കണ്ട ശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അതായത് നിങ്ങൾക്ക് ഇതൊരു ബെറ്റർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് കൂടെ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. ഇത് ലോഞ്ച് ചെയ്തതെന്ന് പറയുന്നത് 15,990 ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓഫറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 14,990 നമുക്കിത് കിട്ടും. അതല്ല ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾക്ക് 8GB 128GB ബേസ് മോഡലായിട്ട് കിട്ടുന്നതായിരിക്കും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാത്തൊരു ഓപ്ഷൻ തന്നെയാണ്. 12GB 256GB സ്റ്റോറേജ് വേരിയൻറ്റിന് 18,990 ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് 17,990 ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന സമയത്ത് നമുക്ക് 12GB എന്ന് പറയുന്നത് വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് തന്നെയാണ്. ഈ ഒരു റാം വേരിയൻസോ ഈ ഒരു പ്രൈസിങ്ങോ അല്ല ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് കാണാനും വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതായത് ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളാണ് നമുക്ക് ബാക്ക് സൈഡിൽ വരുന്നത്. ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, അതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കളർ ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല രസമുണ്ട് ആ ഒരു മോഡൽ കാണാനായിട്ട്. നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 6000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആയിരിക്കും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മോഡലിൽ 6000 mAh ബാറ്ററിയും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് തോന്നുകയില്ല. കാരണം വെച്ചാൽ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8.89 mm തിക്നെസ്സും കാര്യങ്ങളാണ് ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. ടോട്ടൽ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 192 ഗ്രാമാണ് വരുന്നത്, 200-നടുത്ത് പോലും വരുന്നില്ല. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള വെയിറ്റും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമുക്ക് ആ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് താഴെയായിട്ടൊരു ചിഹ്നം കാണാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ചിഹ്നം കാര്യങ്ങളാണ് വരുന്നത്. അത് മാത്രമല്ല ആ ഒരു ടിയർ ഡ്രോപ്പ് നോച്ചും കാര്യങ്ങളും നമുക്ക് ആ ഒരു മേളിൽ കാണാൻ പറ്റും. അത് രണ്ടും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി ഡിസൈൻ വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടാൻ പറ്റുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതുപോലെ 120Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പാണ്ട ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. 560 ഇഞ്ചിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും നമുക്ക് ഈ ഒരു മോഡൽ വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾ മൂവി കാണുന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് മീഡിയാസ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ആ ഡിസ്പ്ലേയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസും കാര്യങ്ങളും ഈ ഒരു മോഡൽ തരുന്നതായിരിക്കും. ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ നമുക്കിതിനകത്ത് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 3.5 mm ഹെഡ്ഫോൺ പോർട്ടും കാര്യങ്ങളും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. സൈഡിലാണ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. IP52 റേറ്റിംഗ് കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. അതായത് നമുക്കിതിനകത്ത് LPDDR4Xൻ്റെ 8GB റാമും 12GB റാമും അവൈലബിൾ ആണ്. UFS 2.2ൻ്റെ 128GB 256GB സ്റ്റോറേജ് വേരിയൻറ്റും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. Dimensity 7020 എന്ന് പറയുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ഏകദേശം 4 ലക്ഷത്തിനടുത്ത് ഇതിൻ്റെ AnTuTu സ്കോറും കാര്യങ്ങളും വരുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഡെയിലി ബേസിനൊക്കെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളും ഈ ഒരു ചിപ്സെറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഹൈ ലെവലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഒരു പെർഫോമൻസ്, അതായത് നിങ്ങൾക്ക് നോർമൽ ഗെയിമിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഗെയിം കളിക്കുന്ന സമയത്ത് BGMI കളിക്കുന്ന സമയത്ത് ചില സ്റ്റക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റ് ഗെയിംസൊക്കെ നിങ്ങൾക്ക് സ്മൂത്തിൽ കളിക്കാൻ പറ്റും. ആസ്ഫോൾട്ട് 9 ആണെങ്കിലും നിങ്ങൾക്ക് സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ചിപ്സെറ്റ് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഔട്ട് ഓഫ് ബോക്സ് Android 13 കാര്യങ്ങളും കിട്ടുന്നുണ്ട്. Android 14 വരെ ഇതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും ഈ ഒരു മോഡലിന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്ലീൻ ആയിട്ടുള്ള സ്റ്റോക്ക് Android എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ചില പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ കളയാന്നുള്ളൂ. എങ്കിലും അധികം ആർട്സിൻ്റെ ആ ഒരു പ്രോബ്ലവും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നില്ല. ഓൾമോസ്റ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നതായിരിക്കും. ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50 MBൻ്റെ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്. വിത്ത് OIS സപ്പോർട്ടായുള്ള ലെൻസും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമുക്ക് 1080p 60 FPS വരെയാണ് മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നത്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. 14 5G ബാൻഡ്സ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ടായിട്ടുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് 3.5 ആണ് ഇതിൻ്റെ ആ ഒരു വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിന് നമുക്ക് വലിയധികം കോംപ്രമൈസും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ വരുന്നില്ല. ഞാൻ പറഞ്ഞ വെച്ച് നോക്കുന്ന സമയത്ത് അധികം കോംപ്രമൈസും കാര്യങ്ങളും വരുന്നില്ല. എങ്കിലും ചില കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. നല്ലൊരു ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. നല്ലൊരു ചിപ്സെറ്റും കാര്യങ്ങളും
വരുന്നുണ്ട്. ഒരു ഡീസൻ്റുള്ള ക്യാമറയും ഡിസ്പ്ലേയും കാര്യങ്ങളും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ വെച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഈ ഒരു മോഡൽ എടുക്കുമോ അല്ലെങ്കിൽ മറ്റൊരു മോഡലാണോ ചൂസ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.